മിഥുന്റെ മരണം തേവലക്കര സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിന്റെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിരുന്നു. പ്രധാന അധ്യാപികയായ സുജയ്ക്കെതിരെയാണ് അച്ചടക്ക നടപടി. മാനേജ്മെന്റ് നടപടിയെടുക്കാത്ത പക്ഷം പ്രധാന അധ്യാപികയെ സർക്കാർ സസ്പെൻഡ് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു. വിഷയത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും സ്കൂൾ മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 3 ദിവസത്തിനകം സ്കൂൾ മറുപടി നൽകണം. സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന കൊല്ലം AEO ആന്റണി പീറ്ററിനോട് വിശദീകരണം തേടുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. അതേസമയം കുട്ടിയുടെ മരണത്തിൽ വേദന പങ്കുവച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിലെ പോസ്റ്റിലാണ് രാഹുൽ ഇക്കാര്യം പറഞ്ഞത്. 1 വർഷം മുമ്പ് ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് ഒരു പെൺകുട്ടി മരിച്ചതിനെ തുടർന്ന് സ്കൂളുകളുടെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ ഓഡിറ്റ് നടത്തണമെന്നാവശ്യപ്പെട്ട് താൻ കേരള മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ കാര്യവും രാഹുൽ ഓർമ്മിപ്പിച്ചു. കൊല്ലത്ത് ഒരു സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 13 വയസ്സുള്ള മിഥുൻ മനു എന്ന വിലയേറിയ ജീവൻ നഷ്ടപ്പെട്ടത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സമയബന്ധിതമായ പൊതു ഓഡിറ്റും നവീകരണവും ഉടൻ നടത്തണമെന്നും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ഞാൻ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. അത്തരമൊരു സങ്കല്പിക്കാനാകാത്ത നഷ്ടം ഒരു രക്ഷിതാവിനും സഹിക്കേണ്ടി വരരുത്. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ പഠന അന്തരീക്ഷത്തിനുള്ള അവകാശമുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം മിഥുന്റെ തുർക്കിയിലുള്ള മാതാവ് സുജ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ നാട്ടിലെത്തുമെന്നാണ് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സുജ തുർക്കി സമയം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കുവൈറ്റ് എയർവേസിൽ കുവൈറ്റിലേക്ക് തിരിക്കുമെന്നും രാത്രി 9:30 കുവൈറ്റിലെത്തിയതിനു ശേഷം 19 പുലർച്ചെ 1:15 ഇൻഡിഗോ വിമാനത്തിൽ പുറപ്പെട്ട് രാവിലെ 8:55 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് വിവരം. നാളെ 2 മണിയോടെ വീട്ടിലെത്തുമെന്ന് കരുതുന്നു.